ഹായ് പ്രകാശ്. ഹായ്. ഇതെന്താ കാറിലൊക്കെ? എവിടെ പോന്നു? ഇന്ന് ഷൂട്ടില്ല, ഒരു ഡിസ്കഷന് പോവാ. അല്ല, മീര ഓഫീസിലാ? ആ, കുറച്ച് അർജന്റ് വർക്ക് തീർത്തു കൊടുക്കാനുണ്ട്. ഓക്കെ, തിരക്കാണെങ്കിൽ വേണ്ട. ഞാനേ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താ പറഞ്ഞു? തിരക്കാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ പറയടാ, നിന്നെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് എന്ത് കാര്യമുള്ളൂ. ശരിക്കും എന്താ സംശയം? പറ, എന്താ മാറ്റർ? 2-3 ദിവസം ഫ്രീയാ. ആണോ? നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ഞാൻ നോക്കട്ടെ, ഒന്ന് സെറ്റ് ചെയ്തിട്ട് പറയാം. അല്ല, ആരെയോ കാണാൻ പോകുന്നെന്ന് പറഞ്ഞു. വല്ല ചുറ്റിക്കളിയാണോ മോനെ? നിനക്കാണല്ലോ സമയമില്ലാത്തത്. ഒട്ടും തിരക്കില്ലാത്ത ഒരുപാട് കുട്ടികള് എന്നെ കാത്തിരിപ്പുണ്ട്. കൊല്ലും ഞാൻ. ബലരാമനെ കുറിച്ച് അറിയാലോ, ആ ചോര തന്നെ ഞാനും. സുട്ടിടുവേ, ജാഗ്രത. അയ്യോ പേടിക്കണ്ട, ഞാനേ ഒരു ഫിനാൻസറെ കാണാൻ പോവാ. നമ്മുടെ സിനിമയുടെ ഫണ്ടിങ്ങിനാ. ഡയറക്ടറും ക്യാമറമാനും ഒക്കെ ഉണ്ട്. വരുന്നോ? ഞാന് അങ്ങോട്ട് എത്താറായി. വരുന്നെങ്കിൽ പിക്ക് ചെയ്യാം. ഇന്ന് ഏതായാലും പറ്റില്ല. നമുക്കേ നാളെ കാണാം. ഓക്കെ? ശരി, ഓക്കെ, ബൈ. ആരാത്? അങ്കിളോ? അങ്കിളെപ്പോ വന്നു? ഞാൻ രാവിലെ വന്നതാ. എന്നിട്ട് ഇവിടെ ആരും കണ്ടില്ലേ? കാണുകയൊക്കെ ചെയ്തു. കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അങ്കിളിനെന്താ ഒരു വിഷമം പോലെ? മൊത്തം വിഷമാവസ്ഥയിലാ കാര്യങ്ങള്. രാധികയും ശാരിയും മോളോടൊന്നും പറഞ്ഞില്ലേ? അവരെ മോള് കാണാറുണ്ടല്ലോ. ഏയ്, ഞാൻ കാണാറില്ല. അവരിവിടെ ഒന്ന് താമസിച്ചിട്ട് മോളെന്താ അവരെ ഒന്ന് കാണാൻ പോകാത്തത്? അവരെവിടെ താമസിക്കുന്നെന്ന് എനിക്കറിയില്ല. ഓ, അതും ചീറ്റി. അങ്കിൾ എന്താ പറഞ്ഞ? അല്ല, എനിക്കും അറിയില്ല എന്ന് പറഞ്ഞതാ. മുരളിയോട് ചോദിച്ചിട്ടും പറയുന്നില്ല. മുരളിയേട്ടൻ മനഃപൂർവ്വം പറയാത്തതാ. അങ്കിൾ ഒരുപാട് അവരെ കഷ്ടപ്പെടുത്തിയതല്ലേ. ദേവികടത്തേക്ക് ഈ ഗതി വരാൻ തന്നെ കാരണം അങ്കിളാ. അതൊക്കെ മോളുടെ തെറ്റിദ്ധാരണയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ കണ്ടക ശരിയാ. ആ കാർത്തികേയൻ അങ്ങനെ ഒരു പേരുണ്ടോ? എന്റെ സമയദോഷത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസം കൂടി കഴിഞ്ഞാ എന്റെ കണ്ടക ശനി വിട്ടൊഴിയും. പിന്നെ വെച്ചടി കേറ്റല്ലേ, പീഡിച്ചാ കിട്ടുന്നില്ല. ഇനി അങ്കിളിന്റെ പ്ലാൻ എന്താ? പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. മോൾ എങ്ങനെയാലും മുരളിയേട്ടനോട് ചോദിച്ച് അതൊന്നും മനസ്സിലാക്കാമോ? ഞാൻ എന്ത് ചോദിച്ചാലും മുരളിയേട്ടൻ പറയില്ല. പിന്നെ എന്താ ഒരു വഴി? എവിടെയാന്ന് വെച്ചാ തിരക്കി പിടിക്കുന്നത്. കയ്യിലാണെങ്കിൽ 5ന്റെ കാശില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായി. അയ്യോ, ആണോ? ആ, അതെ മോളെ. അഭിമാനം ഓർത്ത ആരോടൊന്നും പറയാത്തത്. ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. മരിക്കേണ്ടി വന്നാലും മാധവൻ അങ്ങനെയും ചെയ്യില്ല. ചോദിച്ചപ്പോ 100 പേര് സഹായിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ചോദിക്കില്ല. അതാണ് എന്റെ ഒരു സ്വഭാവം. അങ്കിൾ എന്താ ഞാൻ വന്നപ്പോ ഇത് പറയാത്തെ? എങ്കിലിപ്പോ ചോറുണ്ടായിരുന്നില്ലേ? മോളുടെ നിഷ്കളങ്കത കണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ പറയില്ലായിരുന്നു. എന്നാ അങ്കിൾ ഇരിക്കെ, ഞാൻ ഊണെടുത്ത് വെക്കാം. അങ്ങനെ ഊണിന്റെ കാര്യം റെഡിയായി. ഇനി ആ പൂതന വന്ന് ചാടാതിരുന്നാ മതിയേ. വേഗം ഉള്ളത് വാങ്ങിച്ച് വിഴുങ്ങാൻ നോക്കാം.